പണ്ടൊക്കെ പോലീസ് എന്ന് കേൾക്കുമ്പോ ജനങ്ങൾക്ക് പേടിയായിരുന്നു ഇല്ലേ? എന്നാൽ ഇവിടെ ഇപ്പോഴത്തെ ചില പോലീസുകാരുടെ കാര്യം ബഹുവിശേഷ. എന്നാലോ ഈ പോലീസുകാരെ പറ്റിക്കുന്ന ചില വിദ്ധന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഹൈ പെറ്റിയടിക്കാണ്ട് ഒരുത്തരെ പോലെ കിട്ടണല്ലോ. വല്ല ഹർത്താലോ മറ്റാണോ? ഇവിടെ പോയി കളഞ്ഞോ? പിന്നെ കളഞ്ഞോ? ഇത് എത്രാമത്തെ വടിയാണ്? ഒന്ന് നോക്കണോ? സാറിന് കറക്കൽ ഇത്തിരി കൂടുതലാണ് കേട്ടോ. എത്രാമത്തെ പ്രാവശ്യം ഏത് എവിടെ പോയി കിടക്കണത്? തപ്പടോ ശരിക്കും അവളെ അടുത്തും. എന്ത് കഷ്ടോ സാറ്. ഏത് നേരം വടി കറക്കി കളയല. എവിടെ കിട്ടി സാറേ. കൊണ്ടുവാ. ഇനി കളയരുത് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതെന്താണോ ഇത്? ഇവിടെ ചിക്ക് കൂടെ എവിടെയാന്നുള്ളത് സാറേ. എന്താടോ നമ്മൾ ഈ മണൽ ലോറി തടയും എന്ന് പറഞ്ഞിട്ട് ഒന്നും തടഞ്ഞില്ലോ സാർ. ആരാടോ പറഞ്ഞു തടഞ്ഞില്ലെന്ന്? അങ്ങനെ തടഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കാശാണ് ഈ കാണുന്നത്. കാശിന് ഈ മാസം ഒരുപാട് അത്യാവശ്യമുണ്ട്. എന്താണെന്നറിയില്ല, ഭാര്യയുടെ വയർ അടിക്കടി വീർത്തു വരും. ഗ്യാസിന്റെ ആയിരിക്കും. ഗ്യാസിന്റെ ആണോ അപ്പുറത്തെ വീട്ടിലെ ജോസിന്റെ ആണോ എന്ന് എനിക്കറിയാൻ മേലേ. അതെ, ഞാൻ സാറിന്റെ അടുത്ത് കാര്യം ചോദിക്കാതിരിക്കും. എന്താണോ? സാറിന്റെ ഭാര്യ എന്റെ ഭാര്യയും കൂടി അവർ ജോലി ചെയ്യണടുത്ത് ഒരുമിച്ചാണ് ശമ്പളം മേടിക്കാൻ പോവാ. അതിനിപ്പോ എന്താണ്? എന്നിട്ട് ഈ മാസം സാറിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ. എടോ, അന്തസ്സും അഭിമാനമുള്ളവര് ഈ മാസം ശമ്പളം മേടിക്കാണ്ട് സ്വന്തം ഭാര്യയെ വിടില്ല. അതെന്താ? അപ്പൊ താൻ പേപ്പറൊന്നും വായിക്കാറില്ലേ? എടോ, ഈ മാസം ശമ്പളത്തോടൊപ്പം പിടുത്തോണ്ടെന്ന്. നമുക്ക് അന്തസ്സില്ലേ, വിടാൻ പറ്റുമോ? ഒരുത്തം മണ്ണുണ്ട്, നല്ല സ്മോളാണ്. വണ്ടി അവനെയും കൊണ്ടാ വന്നത്. പൊക്കിയാൽ 500 കിട്ടും. നിർത്തറ എന്താ വണ്ടി തള്ളിക്കൊണ്ട് പോകണം? ഓടിക്കറിയാൻ പാടില്ലേ? സാറേ, വെള്ളടിച്ച് വണ്ടി ഓടിക്കാൻ പാടുന്നില്ലേ ഉള്ളൂ. വെള്ളടിച്ച് വണ്ടി തള്ളിക്കൊണ്ട് പോകാലോ. നീ ഒന്ന് ഊതിക്കേ. എന്റെ മുഖത്തേക്കല്ല. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ശാന്തമ്മയുടെ വീട്ടിലേക്ക് കൊണ്ട് പോയി. ശാന്തമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ വീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വളവുണ്ട്. അതിനപ്പുറത്ത് ഒരു മുറുക്കാൻ കട. അതിനപ്പുറത്തെ 3ാമത്തെ വീടാണ്. പോടാ ഒറ്റ അട്ടി. എവിടുന്ന് വന്നടാ അവനൊക്കെ? രണ്ട് യുവമിഥുനങ്ങള് ഹെൽമെറ്റ് ഇല്ലാതെ വന്നത് പിടിച്ചാ എന്തെങ്കിലും തടയും. 100 മിനിമം. നിർത്തറ വണ്ടി. ഓഫിയുടെ വണ്ടി. എവിടാ ഹെൽമെറ്റ്? ഹെൽമെറ്റ് വീട്ടിലിരിക്കുക. എടാ, ഹെൽമെറ്റ് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതല്ല, തല വെക്കാനുള്ളതാ. എന്റെ സാറേ, എനിക്ക് പെടലി വേദന, അതാ ഹെൽമെറ്റ് വെക്കാത്ത. എന്താ നിന്റെ ജോലി? എനിക്ക് ലോഡിങ് അൺലോഡിങ്ങില് ഒരു ഒറ്റ അട്ടി വെച്ചല്ലേ. എന്റെ സാറേ, ഹെൽമെറ്റ് വെച്ചാ മുടി പോകും തലയില്. ഹെൽമെറ്റ് വെച്ചിട്ട് നിന്റെ തല പോവും. ഒയ്യോ, എന്റെ തല. ഇപ്പഴെങ്ങനെ നീ തലയെ കുറിച്ച് ചിന്തിച്ചല്ല? എന്റെ സാറേ, ചിന്തിക്കണമെങ്കിൽ തല വേണം. ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലോറി വന്ന് തലേക്കര തല പോകില്ലേ? പിന്നെ സാറിന്റെ പറച്ചിലേട്ടത്തൊന്ന് ഹെൽമെറ്റും വെച്ചുകൊണ്ട് റോഡിലൂടെ പോകുമ്പോ ഒരു വണ്ടി വന്ന് തലേക്കര വണ്ടി അങ്ങ് മറിഞ്ഞു വീഴും. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പേര്? ബാബു. കഴിഞ്ഞിട്ടുള്ള ബൂ. എന്താ നിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് എന്താ പറഞ്ഞ പോലെ? അച്ഛന്റെ പേര് പെട്ടെന്ന് മറന്നു. ഉത്രാടം തിരുനാൾ തോമസ് വർമ്മ. അപ്പൊ അമ്മയുടെ പേരോ? അമ്മയുടെ പേര് ഫാത്തിമ ബീവി അന്തർജൻ. അങ്ങോട്ട് ഷൂട്ട് ആവുന്നില്ലല്ലോ. നീ എന്താ ശങ്കരനോ? അതൊന്നും എനിക്കറിയാം. അച്ഛനിടയ്ക്ക് ശങ്കരന്റെ പേരും പറഞ്ഞ അമ്മേനെ എടുത്തിട്ട് ഇടിക്കണാണ്. ഏതെനത്തിപ്പെട്ടാണെന്ന് ഞാൻ ചോദിക്കാറില്ല. ആരുടെ പുറകിലിരിക്കണത്? ആരുടെ പുറകിലിരിക്കണേ? എന്താണ് നിന്റെ പേര്? ടിന്റുമോളോ? അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതിന് 500 രൂപ പിഴ. അയ്യോ, പിഴ ഞാൻ അടക്കും സാറേ, ഞാൻ ലോക പിഴയാണ്. 500 എടുത്തോ? 500 രൂപ. അപ്പൊ നീ എങ്ങോട്ടാ പോണത്? ഞാനേ കളമശ്ശേരിയിൽ ഒരു പാർട്ടി ഉണ്ട്, അങ്ങോട്ട് പോവാ. കളമശ്ശേരി പാർട്ടി ഉണ്ട്, സൂട്ട്സൊക്കെ പോണം. അപ്പൊ എപ്പോഴാ തിരിച്ചു വരുന്നത്? അപ്പൊ തന്നെ പോരുവോ? അപ്പൊ തന്നെ പോരും. പോയിക്കോളൂ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല സാറേ, ഒന്ന് തള്ളണം. ഇത് നിർത്തിയ പിന്നെ ആരെങ്കിലും തള്ളാണ്ട് കാര്യം നടക്കൂല. തള്ളിക്കോ. തള്ളല്ലേ, 1 മിനിറ്റ്. നിങ്ങടെ മാറിക്കേ. അവര് പുറകിൽ നിന്ന് തള്ളണ സമയത്ത് നീ പുറകിലിരുന്നല്ലേ, തള്ളു ചിലപ്പോ ശരിയാവൂല. അവര് തള്ളിക്കോ. അവരൊരു വക തള്ളു കളിക്കളി. ചാടി കയറിക്കോളോട്ടെ, എന്റെ മുഖത്തോട്ടല്ല. കളമശ്ശേരി വരെ തള്ളേണ്ടി വരുവാ. എടോ കോൺസ്റ്റബിളെ, അവര് കളമശ്ശേരി പാർട്ടിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു വഴി നിന്ന് അവരെ പിടിക്കാം. അപ്പോഴും കിട്ടും 500. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്റെ ഒരു ബുദ്ധി അല്ല, സാറിന്റെ ഒരു ബുദ്ധി. ഹെൽമെറ്റ് എവിടെ? അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതന്നെ ആദ്യം പിടിച്ചത്. അത് ആ വഴി വെച്ച്. പക്ഷെ ഇപ്പൊ നിന്റെ തല ഹെൽമെറ്റ് ഇല്ല. എന്റെ സാറേ, എപ്പോഴും ഹെൽമെറ്റ് കൊണ്ട് നടക്കാൻ പറ്റും. അപ്പൊ 500 രൂപ പിഴ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴല്ലേ 500 രൂപ കൊടുത്തേ? നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? അതാണ് വെള്ളം അടിച്ചിട്ടുണ്ട്. ഇല്ല. ഊതിക്കട്ടെ സാറേ, ഊതറ.
ഉയ്യോ. സൗണ്ട് കേട്ടോ നീ, സൗണ്ട് കേട്ടോ നീ. അതിന് വല്ല കംപ്ലൈന്റും ആയിരിക്കും. എടാ ഇതിനൊരു കംപ്ലൈന്റും ഇല്ല. വെള്ളം അടിച്ചവർ ഊതിയാൽ മാത്രമേ സൗണ്ട് കേൾക്കുള്ളൂ. എന്റെ സാറേ അതിന് കംപ്ലൈന്റാ. നീ ഒന്നുകൂടി ഊതിക്കേ. ഒന്നുകൂടി പറ. ഉയ്യോ. സൗണ്ട് കേട്ടാ. എടാ വെള്ളം അടിച്ചൊരു ഊതിയാൽ മാത്രമേ ഇതിന് ടു 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 എന്ന് സൗണ്ട് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? നീ വെള്ളം അടിച്ചിട്ടുണ്ട്. എന്റെ സാറേ അത് കംപ്ലൈന്റാ. സാറിന് എടി നീ ഒന്ന് ഊതിക്കേ. ഒരു കംപ്ലൈന്റും ഇല്ല. ഞാനോ? ഊതിക്കേ. ഒന്ന് ഊതിക്കേ. ഊതി ഊതി. കണ്ടാ ഇപ്പോഴും ഒച്ചക്കണ്ട. ഇതാ പറഞ്ഞത് ഈ സാധനം കംപ്ലൈന്റ് ആണ്. സോറി സാർ, എക്സ്ട്രീംലി സോറി. എസ്റ്റിമില് സോറി അല്ല, എന്റെ സോറി. എന്റെ ഇസ്രാ ധൈര്യമായിട്ട് പോകൂ. കേറിക്കോ. ഓക്കെ സാർ. പാവങ്ങൾ വെറുതെ സംശയിച്ചു. ഡർട്ടി ഫെല്ലോ. എടി ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ പാർട്ടിയിൽ വെച്ച് നീ സ്മോള് വേണ്ട 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 എന്ന് പറഞ്ഞപ്പോ ഒരല്പം കുടിക്കടി എന്ന് പറഞ്ഞത്. അവിടെ വെച്ച് നീ കുടിച്ചതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് 3000 രൂപ ലാഭം കിട്ടിയത്. ഹൈ, എങ്ങട്ടാ നമ്മുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കണത്? സാങ്കേതികമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കല്ലേ നമ്മുടെ നാട്. അപ്പോ ചാക്യാര് പറഞ്ഞു തരാം എന്താ കാരണം. പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു സന്ദേശം വിടണമെങ്കിൽ പക്ഷിമൃഗാദികളുടെ കാലിലൊക്കെ ആയിരുന്നു വിട്ടിരുന്നത് അല്ലേ? എന്നാ എപ്പോഴോ ഈ മൊബൈലാദികൾ എന്നൊരു സാധനം വന്നേ പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ചില വിദ്വാന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ചിരിക്കണ ചിരിയുണ്ടോ? ഹൈ, എലി പുന്നല് കണ്ട പോലെ. ഈ മൊബൈൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഒരുപാട് നല്ല വശങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ചാക്യാരങ്ങോട്ട് പറഞ്ഞു തരാം. എന്താ ഈ മൊബൈലില് ക്യാമറ എന്ന് പറയുന്ന ഒരു സംഭവം വന്നേ പിന്നെ സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായി മാറി ഇല്ലേ? ഹൈ, എന്തിനു പറയുന്നു, ഒരു ജീവൻ രക്ഷിക്കാൻ പോലും വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്ന ഒരുപാട് മഹാന്മാരുള്ള ഒരു നാടായിരുന്നു നമ്മുടെ കേരളം. എന്നാ ഈ കലികാലത്തിലോ ഒരു അപകടം നടന്ന ഒരു ജീവൻ പൊലിയാൻ പോയാൽ പോലും ആ ജീവൻ രക്ഷിക്കാൻ നോക്കാതെ അത് മൊബൈലിലെ രംഗം പകർത്തുന്ന വിദ്വാന്മാരുടെ നാടായി മാറി നമ്മുടെ ഈ കേരളം ഇല്ലേ? ചാക്യാർക്കും ഈ ക്യാമറകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നും നാട്ടിൽ സമരം, ചിലരോ അറിയുന്നില്ലേ വിവരം. നാട്ടിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ ക്യാമറകൾ വേണം, ക്യാമറകൾ വേണം. മനസ്സു കൊതിക്കും സിനിമകൾ കാണാൻ, മുടിഞ്ഞ കണ്ണീർ സീരിയൽ കാണാൻ. ഹോട്ടലിനുള്ളിലെ ബാത്റൂം സീനുകൾ വ്യക്തതയോടെ രസിച്ചതു കാണാൻ, നാട്ടിൽ നടക്കും അനീതികൾ കാണാൻ ക്യാമറകൾ വേണം, ഒളി ക്യാമറകൾ വേണം.